ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് രാവിലെ തന്നെ പോയി ചിക്കൻ വാങ്ങുന്ന ഇതാണ് നമ്മളെ കമ്മനഹള്ളി RS പാളയം കേട്ടോ. ചിക്കൻ മേടിക്കാൻ വന്നിയാണ്. ഇവിടെ മീൻ മാർക്കറ്റും ഉണ്ട് മുന്നിൽ തന്നെ, ചിക്കൻ്റെ മുന്നിൽ തന്നെ. അതാണ് ചിക്കൻ മാർക്കറ്റ്. ഓക്കെ, ചിക്കൻ കാണാം, നല്ല അടിപൊളി ഉണ്ടോ ചിക്കൻ. സൂപ്പർ ചിക്കനെ കാണാം, നിങ്ങൾക്ക് ഒരു രക്ഷയില്ല. ഓക്കെ, ഇവിടെ ചിക്കൻ മേടിക്കാൻ വന്നി. ഇവിടെ സാധാരണ പോലെ ചിക്കൻ 2 വിധമുണ്ട്, പിന്നെ ഫിഷുണ്ട് ഇപ്പുറത്ത് തന്നെ. നല്ല അടിപൊളി ഫിഷ്, ചെമ്മീനും വലിയ വലിയ ബിഗ് ഫിഷൊക്കെ ഉണ്ട്. എൻ്റെ പേരൊന്നും എനിക്കറിയാം, നിങ്ങൾക്ക് പേരായാലും കറ്റിലയുണ്ട്. പിന്നെ നാടൻ കോഴികളുണ്ട്. ഇതെല്ലാം അവിടെ ഉള്ളതാണ്. മുസ്ലിംസിൻ്റെ കേട്ടോ, നമ്മളയാളെ ഷോപ്പാണ്. വേറെന്താണ് വിശേഷങ്ങൾ പറയും? നമ്മളെ അടുത്തുള്ള തന്നെ ഇതാണ് ടൗണ് കമ്മനഹള്ളി. ഇവിടെ വെജിറ്റബിൾ ഷോപ്പുണ്ട്, ടൗണൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന RS പാളയം ടൗണാണ് കേട്ടോ. രാവിലെ തന്നെ ചിക്കൻ മേടിക്കാൻ വന്നു. പിന്നെ കൊട്ടാക്ക് അവിടെ CDM ഒക്കെ ഉണ്ട്, അതാണ് മാർക്കറ്റ് കേട്ടോ. ഹോൾസെയിൽ വിലക്കെല്ലാം കിട്ടുന്ന പച്ചക്കറി മാർക്കറ്റ്. ഇത് ചെറിയൊരു ടൗണായിട്ട് വരും. ഇപ്പോൾ തിരക്ക് കുറവാണ്, രാവിലെ ആയതുകൊണ്ട്. ഓക്കെ, മെയിൻ റോഡ്. ഇവിടെ കുറേ ഷോപ്പുകളുണ്ട്. വേറെന്തെല്ലാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ദിവസത്തെ രാവിലത്തെ ഒരു ചെറിയ ഇത് കേട്ടോ. നല്ല കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്മാവ് നമ്മളെ മെസ് റൂമിലുണ്ടായത് എനിക്ക് വളരെ ഇഷ്ടമാണ്. നല്ല അടിപൊളി നമ്മളെ ഇസ്മായിൽക്ക് ഉണ്ടാക്കിയ ഓക്കെ ഉപ്മാവാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, അത് ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വളരെ ഇഷ്ടമാണ് ഇന്നത്തെ ഉപ്മാവ്. അത് നമ്മളെ ഇത് എന്താ പറയുക, ക്യാരറ്റെല്ലാം ഇട്ടിട്ടുള്ള സൂപ്പർ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അതിന്. പിന്നെ ഞാൻ ചായ സാധാരണ ഔട്ട് സൈഡിൽ നിന്നാണ് കുടിക്കൽ. അത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് ക്യാരറ്റ് കേട്ടോ, ചെറിയ പീസാക്കിയിട്ട്. അപ്പോൾ എനിക്ക് വളരെയധികം ഒരു ടേസ്റ്റ് തോന്നി. അത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും കഴിക്കണമല്ലോ, കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അതിൻ്റെ അപ്പുറം തന്നെ ഒരു ചെറിയൊരു ലഡുവും കൂടി ഉണ്ട്, ഇപ്പോൾ കാണാം. അതായത് ആ ലഡു കേട്ടോ, ഓറഞ്ച് ലഡു നവമീൻ്റെ ഭാഗമായിട്ട് കിട്ടി. മേലെ വീട്ടിൽ നിന്ന്, നമ്മളെ ഓണർ വീട്ടിൽ നിന്ന് കിട്ടി. നമ്മളെ ഒരു മെസ്സ് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതും കഴിച്ചു, വളരെ ഹാപ്പിയാണ്. ഓക്കെ, ഇതാണ് ഉപ്മാവ് കേട്ടോ. നമ്മൾ നടക്കാൻ പോക്കാണ്. ഇതാണ് നമ്മളെ RS പാളയം ടൗൺ. ഞാൻ ചായ കുടിക്കാൻ വേണ്ടി പോക്കാണ്. ഓട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നവമി ഇതിൻ്റെ എല്ലാം പൂജ, പിന്നെ അങ്ങനത്തെ ദസറ പരിപാടിൻ്റെ എല്ലാം കാണാം നമുക്ക്. ഇതാ വായ, ഫുൾ വായ. ഇവർ കന്നഡക്കാരെ മെയിനായിട്ട് ഇവർ കൊണ്ടുപോകും. ബാംഗ്ലൂരിലവർ തമീൻസ് അവർ അങ്ങനത്തെ ആൾക്കാരെല്ലാം. ഇതാണ് RS പാളയം കമ്മനഹള്ളി മെയിൻ റോഡ്. ഓക്കെ, അപ്പോൾ അതങ്ങനെ നടന്നു നീങ്ങുകയാണ്. നമ്മളതിൻ്റെ മുന്നിൽ തന്നെ മലയാളി ഷോപ്പ്, ഇവിടെ ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട്. ഓക്കെ, അത് കാണാം, ബേക്കറി അങ്ങനത്തെ സ്വീറ്റ്സ് എല്ലാം കിട്ടുന്ന ഷോപ്പാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു 2 മിനിറ്റ് നടക്കാനേ ഉള്ളൂ നമ്മളെ ചായ കുടിക്കുന്ന ഷോപ്പിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്ക് മുന്നേ ഇതാണ് നമ്മളെ റാങ്ക് 1. ഇവിടെ നിന്നാണ് എനിക്ക് ഫസ്റ്റ് ഒരു ക്യാഷ് കിട്ടുന്നത്, 500 rupees, ഒരു വ്ളോഗ് എടുത്തിട്ട്. ഞാൻ കമ്മനഹള്ളിയിലുള്ള RS പാളയം റാങ്ക് 1 ഷോപ്പ്, ഗാർമെൻറ്റ് ഷോപ്പ്, കിഡ്സ്, ലേഡീസ്, പിന്നെ ജെൻസിൻ്റെ എല്ലാം വലിയ ഷോപ്പാണ്. ഇന്ന് ഓട്ടോ ചെറിയൊരു സ്റ്റാൻഡ് പോലെ കുറച്ച് ആൾക്കാർ പോകുന്ന. ഇവിടെ പൂജപ്പിൻ്റെ ഉണ്ട്, വായലം വെച്ചിട്ടുണ്ട് ഷോപ്പിൽ. പിന്നെ ഫിഷ് മാർക്കറ്റ് ഉണ്ട്, അതാണ്. ഓക്കെ, ഇവിടെ ഷോറൂം ഉണ്ട് ബൈക്കിൻ്റെ. ഇതിൻ്റെ റൈറ്റ് സൈഡ് തന്നെ ഒരു ഹോട്ടലുണ്ട്, ഫ്രൂട്ട്സ് കാണാം. ഓക്കെ, ചായപ്പീടിയ റെസ്റ്റോറൻ്റ് എല്ലാം ഉണ്ട് ഇവിടെ. റെസ്റ്റോറൻറ്റ് ഇതിൻ്റെ ഇപ്പുറത്താണ് നമ്മൾ ചായ പിടിക്കുന്ന മലയാളി ഷോപ്പാണ്. ഇതാ കാണുന്നത് ടീ ഷോപ്പ്. ഇതാണ് ടീ ഷോപ്പ് കേട്ടോ, മലയാളീൻ്റെ ചായ പിടിക്കാൻ വന്നതാണ്. അപ്പോൾ ഇതാണ് കാണാം, ഇതാണ് ചായ. ഓക്കെ, ചായ കുടിക്കുകയാണ്, ചൂട് ചായ. പിന്നെ വെറൈറ്റി കടികളൊക്കെ ഉണ്ട്. ഇത് സാധാ ബിസ്ക്കറ്റ് അങ്ങനത്തെ സ്നാക്സ് ഐറ്റംസ് കൂടുതലാണ്. പിന്നെ വേറെ എന്തെല്ലാം, ഞാനിപ്പോൾ മോർണിംഗ് ആയിട്ട് ഇങ്ങനെ ചാടിക്കാൻ വന്നു. ഓക്കെ, താങ്ക് യു.